എത്ര വർഷം 48 വർഷം മുമ്പാണ്. പക്ഷെ അന്നൊന്നും ഇങ്ങനത്തെ കാര്യമൊന്നുമില്ല. അഭിനയിക്കാൻ വന്നു, അഭിനയിച്ചു, അടുത്ത സിനിമയായി. പിന്നെ മഞ്ഞയിൽ വിരിഞ്ഞ പൂക്കളിൽ ഒരു ഓഡീഷന് പോയി. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കാനാൻ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എൻ്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന്. കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട്, അവരുടേതായിട്ടുള്ള പിന്നെ നിശ്ചയങ്ങളുണ്ട്. അതിനെല്ലാം സമ്മതിച്ച ഒരാളാണ് ഞാനും സുചിയും. വളരെ കാലത്തിന് ശേഷം അപ്പു ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവന് തോന്നി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബെസ്റ്റ് ആക്ടർ ആകുന്നത്. അതുപോലെ തന്നെയാണ് അപ്പുവും 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടർ ആകുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായി. അതുപോലെ അപ്പുവും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായി. മായ ആ സ്കൂളിൽ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു, ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ്, ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാനോ അങ്ങനെ നടനാകണോ എന്നൊക്കെ ആഗ്രഹിച്ച ഒരാളല്ല. അതൊരു കാലത്തിൻ്റെ നിശ്ചയം പോലെ സിനിമയിൽ വന്നു. എന്നെ എൻ്റെ കൂടെയുള്ളത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ്, ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു സിനിമ നടനാക്കിയതും ഇത്ര നാൾ കൊണ്ട് നടന്നതും. 48 ഇയേഴ്സായി. അതുപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാകും, ഒരു പ്രീ ഡിസ്റ്റൈൻഡ് എന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ഞാൻ എൻ്റെ മകളുടെ പേര് പോലും വിസ്മയം എന്നാണ് ഇട്ടിരിക്കുന്നത്, വിസ്മയ മോഹൻലാൽ എന്നാണ്. കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ വിസ്മയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്, ഒരു ആക്സിഡൻ്റായിട്ടാണ്. മായയ്ക്കും അതുപോലെ പെട്ടെന്ന് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ്. അപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു. അപ്പം അഭിനയിക്കണം എന്നാഗ്രഹം പറഞ്ഞാൽ നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പാരഫെർനാലിയ ഉണ്ട്, ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, ഞങ്ങൾക്കത് വളരെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു കമ്പനിയുണ്ട്, ആന്റണി പെരുമ്പാവൂരുണ്ട്, അതിനൊരു വലിയ സപ്പോർട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടി. അപ്പം അതിൽ ആ കുട്ടി അഭിനയിക്കാൻ പോകണം. അതിൻ്റെ പേര് തന്നെ തുടക്കം എന്നാണ്. ഇത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, എല്ലാവർക്കും അറിയാം. അതിന് ഭാഗ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വാക്കിൽ ഉപരി നമുക്ക് കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ടാവണം. നല്ലതെന്ന് പറയുന്നത് മോശം എന്നുള്ള രീതിയിലല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. എൻ്റെ കാര്യം, എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, എൻ്റെ കോസ്റ്റാർസ്, എൻ്റെ കൊളീഗ്സ്, എൻ്റെ ഡയറക്ടേഴ്സ്, എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, എന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുന്നവർ, എൻ്റെ വീഴ്ചയിലും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ ഒരു വലിയ ഒരു കോൺഗ്രസ്, ഒരു സംഘത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ്. അല്ലാതെ തനിച്ച് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. സിനിമയിൽ പോലും എത്ര നല്ല അഭിനേതാവാണെങ്കിലും അയാൾക്കൊരു പ്ലാറ്റ്ഫോം കിട്ടണം, നല്ല സബ്ജക്റ്റുകൾ കിട്ടണം, നല്ല കൊളീഗ്സ്, കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ നന്നാകണം. അപ്പോൾ അത്തരത്തിൽ ആ കുട്ടിക്ക് ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും ആന്റണിയുടെ കാര്യം എടുത്തു പറയാം. ആന്റണിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പുവും മായയും സിനിമയിൽ വരണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഞാൻ ഒരാളെ പിന്നെ സിനിമയിൽ കൊണ്ടുവന്ന് എനിക്ക് ചെയ്യാവുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ദേ ഹാവ് ടു പ്രൂവ്, അല്ലേ? അവർ തന്നെ സ്വന്തമായിട്ട് അവരുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം, ഒരു കാറ്റലിസ്റ്റായിട്ട് എനിക്ക് പ്രവർത്തിക്കാം. അപ്പം അതുകൊണ്ടായിരിക്കാം ആദ്യം എന്നൊരു സിനിമ അപ്പുവിനെ വെച്ച് ആന്റണി എടുക്കാൻ തീരുമാനിച്ചത്. ഇതുപോലെ തന്നെയാണ് തുടക്കം. എന്തായാലും വളരെ സന്തോഷം. ഇവിടെ വന്നെത്തിയ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഒരാളെയും കൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ്. ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ്. മറ്റാരുമല്ല, ആന്റണിയുടെ മകനാണ്. മോനെ കം. അദ്ദേഹം അവിടെ വിളിച്ചിരിക്കുകയാണ്. Have you noticed how you keep delaying the things that matter most to you? You plan your goals, you even get excited. അപ്പൊ ഇതൊരു കുടുംബ ചിത്രമായിട്ട് മാറി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതും ഒരു വളരെ ആകസ്മികമായിട്ട് സംഭവിച്ച കാര്യമാണ്. ഇപ്പൊ ആന്റണി പറഞ്ഞു, സാറേ ഇത് ആരെ അറിയിക്കണം? നമ്മൾ തീർച്ചയായിട്ടും അറിയിക്കണം, കുറച്ച് കഴിയുമ്പോൾ അറിയുന്നതല്ലേ. പിന്നെ ആന്റണിക്കും അതിൻ്റെ ഒരു അഭിമാനം ഉണ്ട്. വളരെ രണ്ടുപേർക്കും, മോനും ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫ്രം മൈ ഹാർട്ട്, ഫ്രം മൈ ഫാമിലി, ഫ്രം ദ ഫ്രറ്റേണിറ്റി. എല്ലാ ഈശ്വരൻ്റെ സഹായം ഉണ്ടാകട്ടെ, ഭാഗ്യം ഉണ്ടാകട്ടെ, നല്ല കൊളീഗ്സ് ഉണ്ടാവട്ടെ, നിങ്ങളുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകട്ടെ. ലാൽ സാറിന്റെ വൈഫായിട്ട് സുജി മാം എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയ്ക്ക് നൽകുക? കാരണം ഏറ്റവും വലിയ നമുക്ക് ഇറീപ്ലേസബിൾ എന്ന് പറയുന്നത് പോലെയാണ് ലാൽ സാർ. ചേട്ടന്റെ വൈഫായിട്ട് കൂടുതൽ മായന്റെ അമ്മയായിട്ടല്ലേ എനിക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റുള്ളൂ. കൊടുക്കാനുള്ള അഡ്വൈസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെയും പറഞ്ഞിട്ട് എല്ലാരെയും ബോറടിപ്പിക്കണ്ട. എത്ര പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് മാം. It's a very proud moment. എനിക്ക് how do you all do this? I mean, anyways, I'm not used to. Anyways, so actually it's a very special day for me because it marks
my daughter Vismaya's Tudakam into this beautiful world of cinema. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആക്ച്വലി എനിക്ക് ഒരു കുറേ കൊല്ലത്തിനും ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് ഓർമ്മ വരുന്നത്. മായയും അപ്പുവും, ഐ തിങ്ക് അപ്പു ഒരു 12 and മായ 8 ആയിരിക്കുമ്പോൾ വീട്ടിൽ വി ഡിഡ് എ ഹോം ഫിലിം കോൾഡ് ആംഗ്രി മായ, ആൻഡ് അപ്പു വാസ് ദ ഡയറക്ടർ ആൻഡ് ആക്ടർ ആൻഡ് മായ വാസ് പ്ലേയിങ് ദ മെയിൻ ക്യാരക്ടർ. ഞാൻ എന്നിട്ട് ക്യാമറേൻ്റെ പിന്നിലായിരുന്നു. അന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ദാറ്റ് 2 പിള്ളേരും ഈ സിനിമയിലോട്ട് കാല് കുത്തി വെക്കുന്നു. സോ ഇറ്റ്സ് ഓൾ ഗോഡ്സ് pre-planned destiny that's come about, and I think the universe also works towards it when he wants it that way. And today actually ee kollam thane is very special to us because ende chetna Dada Saheb Phalke award kitti. ഇന്ന് അപ്പുവിൻ്റെ DS ഹീറോയിൻ്റെ റിലീസാണ്. അതെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു ഇഫ് ഹീസ് ഗോയിങ് ടു ആക്ട് എല്ലാം കൊല്ലം കുറേ സിനിമ വരുന്നുണ്ട് വെച്ചാൽ നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്. പക്ഷെ ഇവൻ വന്നിട്ട് 2 കൊല്ലത്തിൽ ഒരു പടം ചെയ്യും. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഫിലിം കമ്മിങ്, ഫസ്റ്റ് ഫിലിം എവറി ഇയർ ഹി ഡസ് എ ഫിലിം. സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ. ആക്ച്വലി മായ വന്നിട്ട് ഒരു ഫ്യൂ ഇയേഴ്സ് അഗോ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം ഞാൻ ചേട്ടൻ്റെ പറഞ്ഞു, ആൻഡ് ലൈക്ക് ഹി സെഡ് ബിഫോർ, ചേട്ടൻ പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ബട്ട് ആസ് പേരൻസ് നമ്മളുടെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിന്റെ പറ്റി അവരെന്നേയും പറയുമ്പോൾ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സപ്പോർട്ട് ദെം ഇൻ എനി വിച്ച് വേ വി ക്യാൻ, ആൻഡ് ദാറ്റ്സ് വാട്ട് വീവ് ഡൺ. ആൻഡ് അങ്ങനെയാണ് തുടക്കം. ജൂഡായിട്ട് ഒരു 2-3 കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ജൂഡ് വേറെ 2 കഥ കൊണ്ടുവന്നു. അത് നമുക്ക് വർക്കായില്ല. പിന്നെ അപ്പൊ ഞാൻ വിശാഖ് പറഞ്ഞു, ജൂഡ് വന്ന ഇപ്പൊ ഒരു ന്യൂസ് ഇല്ലല്ലോ ജൂഡിന്റെ. പറഞ്ഞു, ചേച്ചി ജൂഡല്ലേ എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും. അതുപോലെ ഈ കഥ കൊണ്ടുവന്നപ്പോ എനിക്ക് ഇഷ്ടമായി. അതെല്ലാം കേട്ടിട്ട് ഞാൻ ആന്റണിയത്ത് പറഞ്ഞു, ആന്റണി ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട്. ആന്റണി കഥയെല്ലാം കേട്ടിട്ട് അവസാനം ചോദിച്ചു, ചേച്ചി ആരാ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണേ? അപ്പൊ ഞാൻ ആന്റണിയെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ ചോദ്യം അത്? ആന്റണി, ആശീർവാദ് സിനിമാസ്. അപ്പൊ ആന്റണി, ഞാനോ? ഞാൻ പറഞ്ഞു, വേറെ ആര്? ആന്റണി തന്നെയാ പ്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ആന്റണി വെരി ഗ്രേഷ്യസ്ലി ഹി ഹാസ് മെയ്ഡ് ഇറ്റ് എ റിയാലിറ്റി ടുഡേ. താങ്ക് യു ജൂഡ്, ആൻഡ് താങ്ക് യു ടു ഓൾ ദ പീപ്പിൾ ഹു ആർ വർക്കിംഗ് ബിഹൈൻഡ് തുടക്കം. ആൻഡ് മായ, ദിസ് ഇസ് ഫോർ യു. With your grandparents' blessings, ഇവിടെയുള്ള എല്ലാവരുടെയും